ഗാസയിലേക്ക് തന്നെയാണ് പോകുന്നത്. നിർണായകമായ നിമിഷങ്ങളിലൂടെയാണ് ഗാസ കടന്നു പോകുന്നത്. സമാധാനത്തിന്റെ ആദ്യ പടി എന്ന വണ്ണം ബന്ദികളുടെ കൈമാറ്റം ആരംഭിച്ചിരിക്കുന്നു. ആദ്യം 7 ഇസ്രായേലി പൗരന്മാരെ റെഡ് ക്രോസ് മുഖാന്തരം ഇസ്രായേലിന് കൈമാറാനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. അവരെ അങ്ങോട്ടേക്ക് ഇസ്രായേലിന്റെ ഭാഗത്തേക്ക് കൊണ്ടുപോവുകയാണ്. ഇസ്രായേൽ സേന നേരത്തെ തന്നെ അവിടെ നിലയുറപ്പിച്ചിരുന്ന ബന്ധുക്കളുമൊക്കെ അവിടെ കാത്തിരിക്കുകയാണ്. ഇതിന്റെ ഒപ്പം തന്നെ ഇസ്രായേൽ ബന്ദികളാക്കിയിട്ടുള്ളവരെ തിരിച്ചും കൈമാറ്റം നടത്തും. റെഡ് ക്രോസ് ആണ് ഈ ഒരു ബന്ദി മോചനത്തിന് അതിൻ്റെ നടപടിക്രമങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നത്. സൗമ്യ കൃഷ്ണ വിവരങ്ങളുമായിട്ട്. സൗമ്യ, നേരത്തെ സൗമ്യ സൂചിപ്പിച്ചു 7 പേരുമായിട്ട് റെഡ് ക്രോസ് സംഘം ഇസ്രായേൽ സേനയ്ക്ക് കൈമാറാനായി പോകുന്നുവെന്ന്. ഇത്രയും ഇപ്പോൾ 20 പേരെ തന്നെ ബാച്ച് തിരിച്ചാണെങ്കിൽ തിരിച്ചിങ്ങോട്ടും ഇസ്രായേലും കൈമാറ്റം ചെയ്യപ്പെടുന്നവർ കൃത്യമായി ഒരു ബാച്ച് തിരിച്ചാകും സുരക്ഷയ്ക്ക് മുൻകൈ പരിഗണിച്ച്. അപ്പോൾ കുറച്ച് മണിക്കൂറുകൾ ഒരുപക്ഷെ നീണ്ടു നിന്നേക്കാം ഈ ഒരു കൈമാറ്റം, അല്ലേ? തീർച്ചയായും ദിവിഷ്, അതിവൈകാരികമായ കാഴ്ചകളാണ് ടെല്ലവീവിൽ നിന്ന് വരുന്നത്. ടെല്ലവീവിൽ ഈ ഹോസ്റ്റേജ് സ്ക്വയർ എന്ന് പറയുന്ന ടെല്ലവീവിലെ ഈ ഒരു സ്ഥലത്ത് ആളുകൾ ഓടിക്കൂടിയിരിക്കുകയാണ്, ചേർന്നിരിക്കുകയാണ് അവരുടെ കുടുംബങ്ങളെ സ്വീകരിക്കാൻ, അവരുടെ ബന്ധുക്കളെയൊക്കെ, ഈ തടവറയിലായിരുന്ന ബന്ധുക്കളെ, ഇത്രയും നാൾ കാണാതിരുന്ന അവരുടെ ബന്ധുക്കളെ സ്വീകരിക്കാൻ വേണ്ടി അവിടെ കണ്ണീരടുക്കിക്കൊണ്ടും കണ്ണീര് തുടച്ചുകൊണ്ടും ഹൃദയമിടിപ്പ് കൂടിക്കൊണ്ടും അവരവിടെ കാത്തിരിക്കുന്ന ആ വളരെ വികാരാധീനമായ കാഴ്ചകളാണ് അവിടെ നിന്നും വരുന്നത്. എന്തായാലും അവിടെ വെച്ച് പ്രാദേശിക മാധ്യമങ്ങളടക്കം ഈ മോചിപ്പിക്കുന്ന ബന്ദികളുടെ പേര് വായിക്കുകയുണ്ടായി. ഈ പേര് കേട്ടതോടുകൂടി ഹർഷാരവത്തോടെ ഇവർ ഈ ബന്ദികളുടെ ഫോട്ടോ പതിച്ച പോസ്റ്ററുകളൊക്കെ ഉയർത്തി കാട്ടുന്ന ദൃശ്യങ്ങളൊക്കെ അവിടെ നിന്ന് പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇത് വളരെ വൈകാരികമായ നിമിഷമാണ്. മാത്രമല്ല, ഈ റെഡ് ക്രോസ് ഗസയുടെ വടക്കൻ സ്ട്രിപ്പിൽ നിന്നും യാത്ര ആരംഭിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇസ്രായേൽ സൈന്യത്തിനായിരിക്കും ഇനി ഈ 7 പേരടങ്ങുന്ന ആദ്യ ബാച്ചിനെ, മോചിപ്പിക്കുന്ന ബന്ദികളുടെ ആദ്യ ബാച്ചിനെ കൈമാറുക. അവിടെ നിന്നായിരിക്കും അവർ തങ്ങളുടെ കുടുംബത്തിനടുത്തേക്ക് എത്തുക എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ദിവിഷ് സൂചിപ്പിച്ചതുപോലെ കുറച്ചധികം സമയമെടുക്കുന്ന ഒരു രീതി തന്നെയായിരിക്കും പിന്തുടരുക. പ്രത്യേകിച്ചും ഇനി തിരിച്ച് പലസ്തീനികളായ ഇസ്രായേൽ തടവറയിൽ കഴിഞ്ഞിരുന്ന പലസ്തീനികളായ ആളുകളെ ഏകദേശം 2000-നടുത്ത ആളുകളുണ്ട്. ഇതിൽ എങ്ങനെയായിരിക്കും ഇവരെ മോചിപ്പിക്കുക, എത്ര ഘട്ടങ്ങളായിരിക്കും, ഇന്ന് തന്നെ മുഴുവൻ പേരെയും മോചിപ്പിക്കുമോ എന്ന് തുടങ്ങിയ കാര്യത്തിലൊക്കെ വ്യക്തത വരേണ്ടതുണ്ട്. മാത്രമല്ല, മരിച്ചവരുണ്ട്. ഗസയിൽ ഹമാസ് തടവറയിൽ വെച്ചിരുന്നവരിൽ മരിച്ച ആളുകളുണ്ട്. 48 പേരാണ് ആകെ ഉണ്ടായിരുന്ന ബന്ദികൾ. അതിൽ 20 പേര് മാത്രമേ ജീവനോടെ ബാക്കിയുള്ളൂ. ബാക്കി മരിച്ചവരാണ്. ആ മരിച്ച ആളുകളുടെ മൃതദേഹം എങ്ങനെയായിരിക്കും കൈമാറുക, അത് ബന്ധുക്കൾക്ക് എപ്പോഴായിരിക്കും ലഭിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും വളരെ നിർണായകമായ നടപടികളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലോകം മുഴുവൻ കഴിഞ്ഞ 2 വർഷക്കാലത്തോളം വളരെ ആശങ്കയോടെ കണ്ട ആ യുദ്ധക്കെടുതിക്ക് അത് പരിസമാപ്തിയാവുകയാണ്. അതിൻ്റെ തുടക്കമെന്ന വണ്ണമാണ് ഇതിലേക്കൊക്കെ നയിച്ച ഈ ബന്ദികളാക്കുന്ന നടപടികളിലേക്കൊക്കെ ഹമാസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ നടപടികളുമൊക്കെ തുടർന്നാണ് ഇത്രയും വലിയ കൊടിയ ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോയത്. 48 പേരെ ബന്ദികളാക്കിയിരുന്നു. അതിൽ 28 പേരും മരണപ്പെട്ടു എന്നതാണ് വിവരം. 20 പേരെ, അവശേഷിക്കുന്ന 20 പേരെ, അതിൽ ആദ്യ 7 പേരെ ഇപ്പോൾ കൈമാറ്റം ചെയ്യപ്പെടുന്നു. സൗമ്യ സൂചിപ്പിച്ച പോലെ ടെലവീവിലെ ഒരു സ്ക്വയറിലേക്ക് ആളുകളെ എത്തിക്കുകയാണ്. ആളുകൾ അവിടെ മണിക്കൂറുകളായി തന്നെ കാത്തു നിൽക്കുന്നു. അതിനിടെ ഇന്നലെ ഗാസയിലുണ്ടായ, തെക്കൻ ഗാസയിൽ അൽഹവ എന്ന സ്ഥലത്തുണ്ടായത് ഹമാസും മറ്റൊരു സായുധ സംഘടനയും തമ്മിലുള്ള ഏറ്റുമുട്ടലായിരുന്നു. അതിൽ 27 പേർ മരിച്ചു. ഗാസയിൽ തന്നെ ചേരിതിരിഞ്ഞുള്ള ഒരു ഏറ്റുമുട്ടൽ, ഹമാസും മറ്റൊരു സായുധ സംഘവും തമ്മിൽ 27 പേരുടെ മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നതാണ് വിവരം. ഒരു ഭാഗത്ത് സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ മറ്റു പല വിധത്തിലും ചേരിതിരിഞ്ഞുള്ള അക്രമ സംഭവങ്ങളിലേക്ക് കൂടി പോകുന്നു എന്നത് ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷേ നിലവിൽ ലോകരാഷ്ട്രങ്ങളിലേക്ക് വളരെ കൃത്യമായ ഒരു മേൽനോട്ടത്തിലാണ് ഇപ്പോൾ ഈജിപ്തിലെ കെയ്റോയിൽ ഈ സമാധാന ചർച്ചകളും സമാധാന ഉടമ്പടിയിലേക്കുമൊക്കെ പോകുന്നത്. സൗമ്യ, ഇതിൻ്റെ സമാന്തരമായി തന്നെ സമാധാന ചർച്ച നടക്കുന്നു. ഉച്ചയ്ക്ക് ശേഷം സമാധാന ഉടമ്പടിയിൽ ഒപ്പുവയ്ക്കും. എന്തൊക്കെയാണ് ഇപ്പം നിലവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ഉപാധികൾ വച്ചിരുന്നു, അതിൽ ചർച്ചകളുണ്ടായി, ഏകദേശം ഒരു സമവായത്തിലേക്ക് എത്തിച്ചു. അതെങ്ങനെയാണ് ആ ഒരു ഉടമ്പടി എപ്പോഴത്തേക്ക് ഒപ്പുവയ്ക്കും? ഒരു പൂർണ്ണമായൊരു ശാശ്വതമായ സമാധാനം എന്ന നിലയിലേക്ക് ഈ മേഖല പോകും എന്ന് ഉറപ്പിച്ച് പ്രതീക്ഷിക്കാവുന്ന നിലയിലാണോ? ദിവിഷ്, ഇനി 20 ദിന പദ്ധതിയാണ് ട്രംപ് ഈ സമാധാനത്തിനായി മുന്നോട്ട് വെച്ചിരുന്നത്. ഈ 20 ദിന പദ്ധതിയിൽ ഏറ്റവും ആദ്യഘട്ടം മാത്രമാണ് ഇരു വിഭാഗത്തു നിന്നും അംഗീകരിച്ചത്. അതിൻ്റെ ഭാഗമായാണ് നമ്മളിപ്പോൾ കാണുന്ന ഈ ബന്ദിമോചനം നടക്കുന്നത്. അതേസമയം തന്നെ മറ്റ് പല കാര്യങ്ങൾ കൂടി ഇതിൻ്റെ അകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും ഹമാസ് ഗാസയുടെ ഒരു തരത്തിലുള്ള ഭരണ സംവിധാനങ്ങളിലും ഇടപെടാൻ പാടില്ല. പലസ്തീനികളായ ഒരു പ്രത്യേക സമിതി രൂപീകരിച്ച് ആ പലസ്തീനികളായിരിക്കും ഈ തരത്തിൽ ഇവിടെ ഭരണം നടത്തുന്നത്.
നടത്തുക, മാത്രമല്ല ഈ ഇസ്രായേൽ സൈന്യം പൂർണ്ണമായും അവിടെ നിന്ന് നിരായുധീകരിച്ച് പിന്മാറുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട നിബന്ധനയാണ് ഹമാസ് മുന്നോട്ട് വെച്ചത്. ഇത് നടന്നെങ്കിൽ മാത്രമേ മറ്റെല്ലാ കരാറിനോടും യോജിക്കുകയുള്ളൂ എന്നുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട കണ്ടീഷൻ അവർ വെച്ചിരുന്നു. ആ തരത്തിൽ സൈന്യം പിന്മാറുകയും ചെയ്തു. അതിന്റെ ആഹ്ലാദ പ്രകടനങ്ങളുടെ കാഴ്ചയൊക്കെ ഗസയിൽ നിന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. തുടർ ചർച്ചകളുണ്ട്. ഗസയുടെ ഒരു നിയന്ത്രണം അല്ലെങ്കിൽ ഗസയുടെ ഒരു ഭാവി നിശ്ചയിക്കുന്നതിൽ ലോകരാജ്യങ്ങൾ ഒന്നടങ്കം പരിശ്രമിക്കും. പ്രത്യേകിച്ച് അമേരിക്കയ്ക്ക് കൃത്യമായ ഒരു പദ്ധതി, ട്രംപിന്റെ ഗസയുടെ ഭാവിയെ സംബന്ധിച്ച് ട്രംപിന്റെ ഒരു പദ്ധതി നടപ്പിലാക്കും തുടങ്ങിയ പല കാര്യങ്ങളും ഈ ഒരു 20 ദിന പദ്ധതിയിൽ ഉൾപ്പെട്ടിരുന്നു. അപ്പോൾ ഇതിൽ ഏതൊക്കെയായിരിക്കും ഇനി അംഗീകരിക്കുക, അതൊക്കെ ചർച്ച ചെയ്യാൻ തന്നെയാണ് ഇന്നത്തെ ഉച്ചകോടി എന്നാണ് മനസ്സിലാക്കുന്നത്. ഫ്രഞ്ച് പ്രസിഡന്റ് അടക്കം എല്ലാവരും ലോകരാജ്യങ്ങളിലെ മുഴുവൻ പ്രധാനപ്പെട്ട 20 നേതാക്കളടക്കം പങ്കെടുത്തുകൊണ്ട് പ്രധാനപ്പെട്ട 20 നേതാക്കളടക്കം പങ്കെടുത്തുകൊണ്ടുള്ള ഒരു ചർച്ചയാണ് അവിടെ നടക്കുക. അവരെ സംബന്ധിച്ച് ഇത് എങ്ങനെയാണ് ഈ ഒരു ഭാവി, ഗസയുടെ സമാധാനം പുലർന്നാൽ മാത്രം പോരാ, അവിടെ സമാധാനത്തിനപ്പുറം അവിടെ കാലങ്ങളായി പട്ടിണി കിടക്കുന്ന കുട്ടികളുണ്ട്, വലിയ രീതിയിൽ മാൽന്യൂട്രീഷൻ സംഭവിച്ച കുട്ടികളുണ്ട്. ആ തരത്തിൽ അവരുടെയൊക്കെ ഭാവി എന്താണ്, അവർക്ക് പോഷകാഹാരക്കുറവ് തുടങ്ങിയ രോഗങ്ങൾ തുടങ്ങിയ പല പ്രശ്നങ്ങളുണ്ട്. ആരോഗ്യ സംവിധാനം പൂർണ്ണമായും തകർന്നിരിക്കുകയാണ്, എല്ലാ ആശുപത്രികളും തകർന്നിരിക്കുകയാണ്. അവർക്ക് പുതിയൊരു ജീവിതം ഉയർത്തേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള ചർച്ചകൾ തന്നെയായിരിക്കും ഈജിപ്തിൽ ഇന്ന് നടക്കുന്ന ലോക നേതാക്കളുടെ ചർച്ചയിൽ നടക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. ദിവിഷ്.